തല്ലും വിപ്ലവവും കോൺഗ്രസിലേക്ക് വരുന്നത് ഇത്തവണ തൃക്കാക്കരയിൽ നിന്നുമാണെന്ന് തോന്നുന്നു. അടി തുടങ്ങിയിട്ടുണ്ട്. പിടിച്ചു മാറ്റാൻ ഇനി ആളെ കൂട്ടണം. അല്ലെങ്കിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പോസ്റ്റർ ഒട്ടിക്കാൻ ആളെ തപ്പി നടക്കേണ്ടി വരും. എറണാകുളം തൃക്കാക്കര റൂട്ടിൽ മണ്ടി നടന്നവൻ തല്ലും കൊണ്ട് കുളത്തിൽ ചാടിയെന്ന അവസ്ഥയാണിപ്പോൾ. കുളത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് കേട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തല്ലിയ രണ്ടുപേരെയും. ഇതിനി എന്തൊക്കെ പുകിലാണോ എന്തോ. പക്ഷേ എന്തേ ഉമാ തോമസിനെ വിട്ടുകളഞ്ഞത്? ഇനി അത് വഴിയേ അറിയാം. തമ്മിലടി ഒഴിയാതെ ഈ കോൺഗ്രസുകാർ ഒരിക്കലും ഗുണം പിടിക്കില്ല. ഉമാ തോമസ് MLA-ക്കൊപ്പം എത്തിയവർ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അടക്കം 2 നേതാക്കളെയാണ് പുറത്താക്കിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് തൃക്കാക്കര വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് PN നവാസ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹി നിസാമുദ്ദീൻ എന്നിവരെയാണ് സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പുറത്താക്കിയിരിക്കുന്നത്. ഒരു കാരണത്തിന് തക്കം നോക്കി നടക്കുകയായിരുന്നു DCC പ്രസിഡന്റ് തൃക്കാക്കര ചുറ്റും. നവകേരള സദസ്സിന്റെ സംഘാടക സമിതിയിൽ പങ്കെടുത്തതിന് A ഗ്രൂപ്പുകാരനായ MS അനിൽകുമാറിനെ തൃക്കാക്കര ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി മറ്റൊരാളെ മുഹമ്മദ് ഷിയാസ് അവരോധിച്ചിരുന്നു. ഇതിന്റെ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ബുധനാഴ്ച ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ A ഗ്രൂപ്പ് നേതാക്കൾ മുഹമ്മദ് ഷിയാസിനെ കാണാൻ DCC ഓഫീസിൽ എത്തിയതും അവിടെ സംഘർഷം ഉടലെടുത്തതും. A ഗ്രൂപ്പുകാരനായ അനിലിനെ മാറ്റി I ഗ്രൂപ്പുകാരനായ ബാബു ആന്റണിയെ നിയമിച്ചത് ഷിയാസ് ന്യായീകരിച്ചതോടെയായിരുന്നു കയ്യേറ്റം തുടങ്ങിയത്. തല്ല് കിട്ടിയില്ലെങ്കിലേ കാര്യമുള്ളൂ. A ഗ്രൂപ്പിന് പകരം I ഗ്രൂപ്പുകാരനെ കസേരയിലിരുത്തിയത് ആരോട് ചോദിച്ചിട്ടാണ്? ബുദ്ധിയുള്ളവനാണ് എറണാകുളം പ്രസിഡന്റ്. കയ്യേറ്റത്തിന്റെ പേരിലാണ് നടപടിയെങ്കിലും പുറത്താക്കലിന് മറ്റൊരു കാരണമാണെന്നാണ് നോട്ടീസിൽ പറയുന്നത്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിനിടെ ബസ്സിന് വഴി കൊടുക്കാതിരുന്നതിനെ ചൊല്ലി മാധ്യമപ്രവർത്തകരുമായി സംഘർഷമുണ്ടായതാണ് നടപടിക്കെന്നാണ് സൂചന ലഭിക്കുന്നത്. എന്നെ തല്ലിയെന്ന് പറഞ്ഞ് നടപടിയെടുത്താൽ വീണ്ടും തല്ല് കിട്ടുമെന്നറിയാം. കാരണം 1 തല്ലിയാലും 10 തല്ലിയാലും നടപടി ഒന്നേ കിട്ടൂ. അടിപ്പട പുറപ്പാട് Aയിൽ മാത്രമല്ല കേട്ടോ, ഐക്കാരും കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഏലൂരിലെ പുതിയ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ അംഗീകരിക്കില്ല എന്ന നിലപാടുമായി A ഗ്രൂപ്പ് രംഗത്ത് വന്നിട്ടുണ്ട്. പുതിയ പ്രസിഡന്റായി അബ്ദുൾ റസാഖ് ചുമതലയേറ്റ ദിവസം തന്നെയാണ് ഏലൂരിലെ കോൺഗ്രസ് ശബ്ദം ഫേസ്ബുക്ക് പേജിൽ വിമർശനമുയർന്നത്. ജില്ലയിൽ DCC പ്രസിഡന്റിനെതിരെ A ഗ്രൂപ്പ് ഉയർത്തുന്ന പ്രതിഷേധത്തിന്റെ ചുവടുപിടിച്ചാണ് ഏലൂരിലും എതിർപ്പ് പ്രകടമാക്കുന്നത്. മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മണ്ഡലം പ്രസിഡന്റുമാരിൽ സതീശൻ ഗ്രൂപ്പിന് അനഭിമിതരായവരെയാണ് മാറ്റുന്നത്. ഇത് ജില്ലയിലെ പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കാനുള്ള നീക്കമാണെന്നാണ് A ഗ്രൂപ്പ് വിലയിരുത്തുന്നത്. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലവിലെ പ്രസിഡന്റ് ഷാജഹാൻ കവലക്കൽ നിർദ്ദേശിച്ചത് ബിജിത് ധരന്റെ പേരാണ്. KSU ഭാരവാഹിയായിരുന്ന ബിജിത് ധരൻ പ്രബല A ഗ്രൂപ്പ് നേതാവായിരുന്ന ശശിധരന്റെ മകനാണ്. പിന്നീട് PM ആയൂബിന്റെ പേര് വന്നെങ്കിലും പാർലമെന്റ് പാർട്ടി ലീഡർ പദവി തടസ്സമായി. തുടർന്ന് അയൂബിന്റെ ഇടപെടലിലാണ് റസാഖ് പ്രസിഡന്റ് ആകുന്നത്. മുസ്ലിം ലീഗിൽ നിന്ന് നഗരസഭാ സീറ്റിനു വേണ്ടി കോൺഗ്രസിലേക്ക് ചേക്കേറിയെന്ന ആക്ഷേപമുള്ള റസാഖ് ഭൂരിപക്ഷം പേർക്കും സ്വീകാര്യനല്ല. ഇദ്ദേഹത്തിന്റെ പ്രദേശത്ത് വ്യവസായി പാടം നികത്തുന്നതിനെതിരെ നാട്ടുകാർ ഒന്നിച്ചപ്പോൾ റസാഖ് വ്യവസായിക്കൊപ്പം നിലയുറപ്പിച്ചതിലും എതിർപ്പ് ശക്തമാണ്. റസാഖ് മത്സരിച്ചുവെന്ന നഗരസഭാ വാർഡിലും ഇയാളും ഭാര്യയും മാറി മാറി മത്സരിക്കുന്നതിലും പ്രവർത്തകർക്ക് എതിർപ്പുണ്ടായിരുന്നു. A ഗ്രൂപ്പുകാരനായിരുന്ന അയൂബ് റസാഖിനെ പ്രസിഡന്റാക്കാൻ ചരട് വലിച്ചതിനെതിരെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് A ഗ്രൂപ്പ് നൽകിയ സ്ഥാനമാനങ്ങൾ കൈപ്പറ്റി വളർന്നപ്പോൾ ഗ്രൂപ്പിനെ വഞ്ചിച്ചതായി പോസ്റ്റിൽ പറയുന്നു. പുതിയ ഗ്രൂപ്പ് സമവായങ്ങൾ രൂപപ്പെടുമ്പോൾ വരും ദിവസങ്ങളിൽ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ഏലൂരിലും പോര് കനക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.